കിങ് വെച്ച് ഒരു തിരുവാതിര കളി അത്രയ്ക്ക് രസകരമാണ് ഇന്നത്തെ ഗെയിം. ഇവിടെ വൈറ്റ് കളിക്കുന്നത് യാക്കോബിൻ നോർഡർബെക്കും ബ്ലാക്ക് കളിക്കുന്നത് വിഡിക് സന്തോഷ് ഗുജറാത്തിയാണ്. ഇവിടെ യാക്കോബിൻ നോർഡർബെക്ക് തുടങ്ങുന്നത് D4 വെച്ചിട്ടാണ്. D5 C4, അപ്പോൾ ക്വീൻസ് ഗാമ്പിറ്റ് ആണ്. പോൺ വെച്ച് പോണിനെ വെട്ടുന്നു. E4 കളിച്ചിട്ട് ആ കൊടുത്ത പോണിനെ തിരിച്ചെടുക്കാൻ ഇവിടെ വൈറ്റ് നോക്കുന്നു. B5 കളിച്ച് ആ പോണിനെ ഡിഫെൻഡ് ചെയ്യുന്നു. A4 കളിച്ചിട്ട് വീണ്ടും ഈ പോണിനെ ചലഞ്ച് ചെയ്യുന്നു. C6 കളിച്ച് ഡിഫെൻഡ് ചെയ്യുന്നു. പോൺ വെച്ച് വെട്ടുന്നു. ഇപ്പോൾ റൂക്കിന് നല്ലൊരു ഓപ്പൺ ഫയൽ കിട്ടി. B3 കളിച്ചിട്ട് ഈ പോണിനെ വീണ്ടും ചലഞ്ച് ചെയ്യാണ് ഇവിടെ വൈറ്റ്. ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവാണ് വിഡിറ്റ് കളിക്കുന്നത്. അപ്പോൾ ഈ ഒരു E5 കളിക്കുന്നതോടെ ബിഷപ്പിന് ഡയഗണൽ ഓപ്പൺ ആവുകയും ചെയ്തു. ഈ പോണിനെ ഇപ്പോൾ വെട്ടിയെടുത്ത് കഴിഞ്ഞാലും ഇപ്പോൾ ഇത് ഡബിൾ പോൺ സ്ട്രക്ചറാണ്. ഇത് ഇവിടെ വൈറ്റിന് തന്നെ പ്രശ്നമാവുന്നതാണ്. ആ രീതിയിലേക്കാണ് ഇവിടെ വിഡിറ്റ് കളിക്കുന്നത്. ഇവിടെ ആദ്യം ബിഷപ്പ് B4 ചെക്ക് കളിക്കുന്നു. അപ്പോൾ ഈ മൂവ് കളിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുത്തിട്ടാണ് ഇങ്ങനെ ഒരു മൂവ് കളിച്ചത്. അപ്പോൾ ഇതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലൈനാണ്. ഇവിടെ ഒരു E5 എടുക്കുമെന്ന് ഒരു പക്ഷേ വെടിയിട്ട് പ്രതീക്ഷിച്ച് കാണില്ല. എടുത്തതിന് ശേഷം ബിഷപ്പ് B4 ചെക്കാണ് കളിക്കുന്നത്. ബിഷപ്പ് D2 കളിക്കുന്നു. ഇവിടെ വിഡിറ്റ് ബിഷപ്പിന് C5 കളിക്കുന്നത്. ഒരു പക്ഷേ കുറച്ചും കൂടെ നല്ലൊരു മൂവ്. ഈ ബിഷപ്പിനെ ഓൾറെഡി നീക്കിയല്ലോ, ഇതിനെ ഇങ്ങോട്ട് കളിച്ചിട്ട് തിരിച്ച് കളിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ നല്ലത് ക്യൂവിനെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് ഈ റൂക്കിനെ നേരിട്ട് അറ്റാക്ക് ചെയ്യുന്നതായിരുന്നു. പക്ഷെ ഗെയിമിൽ ഇതിന് ശേഷം ബിഷപ്പിനെ C5 കളിക്കുന്നു. നൈറ്റ് F3 കളിക്കുന്നു. അപ്പോൾ ഈ ഒരു പോണിന് ഒരു അഡീഷണൽ പ്രൊട്ടക്ഷൻ കൂടെയായി. നൈറ്റ് C6 കളിക്കുന്നു, ഡെവലപ്മെൻറ്റ് ചെയ്യുകയാണ്. നൈറ്റ് C3, ബിഷപ്പ് G4 കളിച്ച് ഈ ഒരു നൈറ്റിനെ പിൻ ചെയ്യുകയാണ്. ഇപ്പോൾ ഈ നൈറ്റിന് മൂവ് ചെയ്യാൻ പറ്റില്ല, ക്യൂണിലേക്ക് അറ്റാക്ക്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം ഈ ഒരു ബിഷപ്പ് G4 കളിക്കുന്നതോടെ ഈ ഒരു പോണിനെയും കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. പക്ഷെ വെഡിറ്റിൻ്റെ ഐഡിയ എന്താണെന്ന് നോക്കാം. ഈ ഒരു പോണിനെ കൊടുത്തു കഴിഞ്ഞാൽ നൈറ്റ് വെച്ച് തിരികെ വെച്ചിട്ട് ഈ പോണിനെ വെട്ടിയെടുക്കാം. ഇപ്പോൾ ഈ നൈറ്റ് നേരത്തെ ഫ്രീ ആയിട്ട് തോന്നില്ല, കാരണം ഈ നൈറ്റ് ഉള്ളതുകൊണ്ട്. പക്ഷേ ഇങ്ങനെ കളിച്ചതുകൊണ്ട് ഈ നൈറ്റിന് ഇപ്പോൾ അനങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് നൈറ്റ് വെച്ച് പോണിനെ വെട്ടിയെടുക്കുന്നു. ഇനി എങ്ങനെയാണ് ഇവിടെ വൈറ്റ് കളിക്കുന്നത്? ബിഷപ്പ് വെച്ചിട്ട് ആ പോണിനെ വെട്ടിയെടുത്ത് ബിഷപ്പ് ടേക്സ് C4 കളിക്കുന്നു. നൈറ്റ് F6 കളിക്കുന്നു. H3 കളിച്ചിട്ട് ഈ ഒരു ബിഷപ്പിനെ ഓടിക്കാൻ നോക്കണം. അപ്പോഴാണ് വീഡിറ്റിൻ്റെ ഇവിടുത്തെ അടുത്ത സർപ്രൈസ്. ബിഷപ്പിൻ്റെ F2 ചെക്ക്. ഒരു പക്ഷേ ഇവിടുത്തെ ബിഷപ്പൊക്കെ ഓടിപ്പോവോ അല്ലെങ്കിൽ ബിഷപ്പിൻ്റെ F3 കളിക്കുമെന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ കളിക്കുന്നത്. ഇവിടെ ബിഷപ്പിൻ്റെ F3 കളിക്കുന്നത് നല്ല മൂവ് തന്നെയാണ് ഇവിടെ ബ്ലാക്കിന്. പക്ഷേ ഇവിടെ വളരെ സർപ്രൈസിങ് ആയിട്ട് ഇവിടെ വിഡിറ്റ് കളിക്കുന്നത് ബിഷപ്പ് ടേക്സ് F2 ചെക്ക്. കിങ്ങിലേക്ക് നേരെ അറ്റാക്കാണ്. കിങ് വെച്ചെടുക്കണു. അപ്പോൾ കിങ്ങിൻ്റെ തിരുവാതിരകളി തുടങ്ങാൻ പോവാണ് ഇവിടെ. നൈറ്റ് ടേക്സ് E4 ചെക്ക് കളിക്കും. അപ്പോൾ ഇതാണ് വിഡിറ്റിന് കിട്ടുന്ന കോമ്പൻസേഷൻ. ഈ ബിഷപ്പിനെ ഇവിടെ ഓടി രക്ഷപ്പെടുന്നതിന് പകരം ഇങ്ങനെ എടുത്തതിന് ശേഷം ഇവിടെ E4 പോണിനെ കൂടെ കിട്ടി. രണ്ട് നൈറ്റ് നല്ല സ്ട്രോങ് ആണ്. ക്യൂവിനും എത്രയും പെട്ടെന്ന് കളിയിലോട്ട് വരാം. അപ്പോൾ എങ്ങനെ ഈ കിങ് സർവൈവ് ചെയ്യുമെന്ന് നോക്കാം. അപ്പോഴാണ് വളരെ സർപ്രൈസിങ് ആയിട്ട് ഇവിടെ കിങ്ങിനെ വീണ്ടും സെൻറ്ററിലേക്ക് വൈറ്റ് പ്ലെയർ കളിക്കുന്നത്. ഇത് ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഇവിടെ ഒരു പക്ഷേ വേറെ ഏതെങ്കിലും ലൈനിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടെ വിഡിറ്റിന് ഈസിലി നല്ല പൊസിഷനിലോട്ട് പോവാം. ഒരു പക്ഷേ ഇവിടെ കിങ് ഇവിടെ E1 തൻ്റെ സ്റ്റാർട്ടിങ് ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കളിക്കും. ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ ആദ്യം നൈറ്റിൻ്റെ F3 ചെക്ക് കളിക്കാം. വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യൂവിന് H4 ചെക്ക് വരും. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ. ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ക്യൂവിന് F2 ചെക്ക് വരും. മാത്രമല്ല കിങ് D3 ഒക്കെ കളിച്ചു കഴിയുമ്പോൾ ഇവിടെ വേണമെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇങ്ങനത്തെ ഈ അറ്റാക്കൊക്കെ തടുക്കാൻ ഭയങ്കരധികം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കളിക്കാതിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മൂവിന് ശേഷം ഇങ്ങനെ കിങ് വെച്ച് എടുത്തതിന് ശേഷം കിങ്ങിനെ സെൻറ്ററിലേക്കാണ് ഇവിടെ വൈറ്റ് പ്ലെയർ കൊണ്ടിരുന്നത്. അപ്പോൾ കിങ് സെൻറ്ററിലേക്ക് കൊണ്ടുവന്നതോടെ ഈ ഒരു നൈറ്റിലേക്കും അറ്റാക്കാണ്. ആദ്യം ബിഷപ്പ് വെച്ച് ഈ നൈറ്റിനെ വെട്ടിയെടുക്കുകയാണ് വിഡിറ്റ്. പോൺ വെച്ച് ബിഷപ്പിനെ വെട്ടുന്നു. ഇവിടെ നൈറ്റ് വെച്ച് തിരികെ വെട്ടുന്നു. ഇവിടെ ഓർക്കണം, കിങ് ഇവിടെ സെൻറ്ററിൽ കിടക്കുകയാണ്. ക്യൂൻ വെച്ച് വെട്ടുന്നു. ഇനി എന്താണ് ചെയ്യുന്നത്? വിഡിറ്റ് ആദ്യം ക്യൂവിനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനൊരു ഈ എക്സ്പോസ് ആയിട്ടുള്ള കിങ്ങിനെ ഇവിടെ വേട്ടയാടാൻ നോക്കുകയാണ്. പക്ഷേ F4 കളിച്ചിട്ട് ഡബിൾ അറ്റാക്ക് നടത്തണം. വെറുതെ നൈറ്റ് വെച്ച് ബിഷപ്പിനെ വെട്ടി ആദ്യം ചെക്ക് കൊടുക്കണം. അപ്പോൾ ആദ്യം നൈറ്റിനെ വെട്ടിയെടുക്കണമല്ലോ. ഇനി വീണ്ടും ചെക്ക്. കിങ് ആണെങ്കിൽ മുകളിലേക്കും വന്നു. അപ്പോൾ ഇങ്ങനെ കിങ് ഇവിടെ സെൻറ്ററിലോട്ട് ഇവിടെ നോക്കുക കിങ് എത്രത്തോളം എക്സ്പോസ്ഡ് ആണെന്ന്. വിഡിറ്റ് അപ്പോൾ ഈ കിങ്ങിനെ പിടിക്കാൻ പറ്റുമോ? എങ്ങനെയാണ് വൈറ്റ് ഇവിടെ ഈ തിരുവാതിര കളിയിൽ നിന്ന് രക്ഷപ്പെടുന്നത്? എങ്ങനെയാണ് കളി മുന്നോട്ട് പോകണമെന്ന് നോക്കാം. ഇവിടെ ബ്ലാക്ക് ക്യാൻസൽ ചെയ്യുന്നു. ഇവിടെ ബ്ലാക്കിൻ്റെ പൊസിഷൻ വളരെയധികം സേഫ് ആയിട്ട് തോന്നാം. ബ്ലാക്ക് ക്യാൻസൽ ചെയ്യുന്നു. ക്യൂവിന് ഇവിടെയുണ്ട്, റൂക്ക് ഇവിടെയുണ്ട്. എന്നാൽ വൈറ്റിൻ്റെ കിങ് ആണ് സെൻറ്ററിൽ. എന്താണ് ഇവിടെ വൈറ്റ് ചെയ്യാൻ പോണത്? നൈറ്റ് C3 കളിക്കുന്നു. അപ്പോൾ ഇനി നൈറ്റിനെ ഒന്ന് സെൻറ്ററിലേക്ക് വെച്ചിട്ട് തൽക്കാലമുള്ള അറ്റാക്കൊക്കെ തടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. പക്ഷെ ഇത് ഉപകാരപ്പെടുമെന്ന് നോക്കാം. റൂക്കിനെ ആദ്യം C8 കളിക്കുന്നു.
കിങ്ങിനെ വീണ്ടും ഇവിടെ സെൻട്രലിലേക്ക് ഇടുന്നു. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ പേടിപ്പെടുന്ന മൂവായിട്ട് തോന്നാം. കാരണം ഏത് റൂക്ക് വന്നു കഴിഞ്ഞാലും ക്യൂവിനെതിരെ ഇവിടെ അറ്റാക്ക് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടെയാണ് ഈ നൈറ്റ് ഇവിടെ വന്നത്. എന്തായാലും ഇങ്ങനെ ചെക്ക് വന്നു. നൈറ്റ് ഇടയിൽ വരുന്നു. ഇവിടെ ക്യൂവിനെ B3 കളിക്കുന്നു. അപ്പോൾ ഈ ഒരു പോണിലേക്ക് അഡീഷണൽ പ്രൊട്ടക്ഷനായിട്ട് റൂക്കും കൂടെ കളിയിലേക്ക് വരുന്നു. F5 കളിക്കുന്നു. എന്താണ് ഇതിൻ്റെ ഐഡിയ? അപ്പോൾ ഈ ഒരു F5 മൂവിൻ്റെ ഐഡിയ എന്താണ് നമ്മളിപ്പോൾ കാണാൻ പോവുകയാണ്. ഇത് കളിച്ചതോടെ ഇവിടെ വൈറ്റിൻ്റെ കൗണ്ടർ പ്ലേയുള്ള ചാൻസുകൾ കൂടുകയാണ്. ആദ്യം റൂക്കിനെയും കൂടെ കളിയിലേക്ക് കൊണ്ടുവന്നു. കാര്യം കിങ് സെൻട്രലാണെങ്കിലും ഈ കിങ്ങിനെ ഇപ്പോൾ തൊടാൻ എന്താ ചെയ്യാൻ പറ്റുക? ഇപ്പോൾ ഈ സ്ക്വയർ ഈ നൈറ്റ് ഇവിടെ ഗാർഡ് ചെയ്തിരിക്കുകയാണ്. ഈ സ്ക്വയർ ക്വീൻ ഗാർഡ് ചെയ്തിരിക്കുകയാണ്. ഈ റൂക്കിനൊന്നും പെട്ടെന്ന് ഈ കിങ്ങിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. റൂക്കിനെ വെച്ച് ഒരു ലിഫ്റ്റ് നടത്തി വെക്കും. റൂക്ക് D6, റൂക്ക് E5 കളിക്കുന്നു. ഇപ്പോൾ ത്രെട്ട് ഈ ഒരു പോണിലേക്കും കൂടെയാണ്. കിങ് മാറുന്നു, ക്വീൻ C3. അപ്പോൾ ക്യൂവിനെ എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കിങ് സെൻട്രലാണ്. നല്ലൊരു എൻ ഗെയിം ഇവിടെ വൈറ്റിന് കിട്ടും. ഇവിടെ മാറുന്നു, ക്യൂവിനെ വീണ്ടും എക്സ്ചേഞ്ച് ചെയ്യാൻ ഫോഴ്സ് ചെയ്യുന്നു, വീണ്ടും മാറുന്നു. അപ്പോഴാണ് റൂക്കിനെ ഇവിടേക്ക് കൊടുത്തത്. ഇപ്പോൾ വൈറ്റിന് ഇവിടെ നല്ല പ്ലസ് പൊസിഷനാണ്. കാര്യം കിങ് സെൻട്രലാണെങ്കിലും ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല ഇവിടെ വീഡിറ്റിന്. റൂക്കിനെ പുറകോട്ട് കൊണ്ടുപോകുന്നു. ക്വീൻ C3 വീണ്ടും എക്സ്ചേഞ്ച് ചെയ്യാൻ കൊടുക്കുകയാണ്. ക്വീൻ A2 എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയല്ല. കിങ് വീണ്ടും മാറുന്നു. അപ്പോൾ കിങ്ങിൻ്റെ തിരുവാതിരകളെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്വീൻ G2, ക്വീനിനെ വീണ്ടും എക്സ്ചേഞ്ച് ചെയ്യാൻ കൊടുക്കുകയാണ്. അപ്പോൾ വൈറ്റിൻ്റെ ഉദ്ദേശം ഇത് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റി എൻ ഗെയിമിലോട്ട് കിടക്കുക. വീണ്ടും ചെക്ക് കൊടുക്കണം. ക്വീൻ ഇടയിൽ വരുന്നു. ക്വീൻ H5, റൂക്ക് അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 7th റാങ്കിലേക്ക് എത്തി. ഇനി എങ്ങനെയാണ് ഇവിടെ അറ്റാക്ക് മുന്നോട്ട് പോകണമെന്ന് നോക്കാം. H6 എടുക്കുന്നു. ഇവിടെ കിങ്ങിന് കുറച്ച് ബ്രീത്തിങ് സ്പേസ് കൊടുക്കുകയാണ്. ക്വീൻ G3. അപ്പോൾ ത്രെട്ട് എന്താണ്? നേരിട്ട് ചെക്ക്മേറ്റ് ആണ്. ഇവിടെ ക്വീനും റൂക്കും ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? റൂക്ക് വെച്ച് ഡിഫെൻഡ് ചെയ്യുന്നു. ഇനി വീണ്ടും ഇതിലേക്ക് തന്നെ പ്രഷറാണ്. റൂക്ക് B8 കളിക്കുന്നു. ഓക്കെ, ഇനി ഇങ്ങനെയൊക്കെ ഒരു ചെക്ക് വന്ന് ഇവിടേക്ക് ഇത് ചെയ്യാലോ, ക്യൂവിനെ അറ്റാക്ക് ചെയ്യാലോ. പക്ഷേ ഈ നൈറ്റ് ഇവിടെ ഉള്ളിടത്തോളം കാലം പ്രത്യേകിച്ച് നടക്കില്ല. ആദ്യം റൂക്ക് വെച്ചാൽ പോണിനെ വിട്ടുന്നു. ആദ്യം ഇങ്ങനെ ഒരു ചെക്ക് കൊടുക്കണം. വെറുതെ നൈറ്റ് ഇടയിൽ വരുന്നു. വീണ്ടും റൂക്ക് വെച്ചൊരു ചെക്ക് കൊടുക്കണം. ഇവിടെ കിങ് C2 കളിക്കുന്നു. ഇപ്പോൾ ഈ പൊസിഷനിൽ ഈ റൂക്കിലേക്ക് നേരെ അറ്റാക്കാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ വൈറ്റിൻ്റെ അറ്റാക്ക് വളരെയധികം സ്ട്രോങ് ആണ്. ഇതുപോലത്തെ ത്രെഡ്സ് ഒക്കെ ഒരുപാടുണ്ട്, ഇതുപോലത്തെ മേറ്റിംഗ് ത്രെഡ്സ് ഒക്കെ. അപ്പോൾ എന്തെങ്കിലും ഒരു കൗണ്ടർ പ്ലേ ഉണ്ടാക്കാൻ വേണ്ടി റൂക്കിൻ്റെ നൈറ്റ് വെട്ടുന്നു, കിങ്ങിൻ്റെ വെട്ടുന്നു. അപ്പോൾ ഈ പൊസിഷനിൽ ഇവിടെ വിഡിറ്റ് ഇവിടെ റിസൈൻ ചെയ്യുകയാണ്. കാരണം വേറെ ഒന്നും തന്നെ ചെയ്യാനില്ല ഇതുപോലത്തെ ചെക്ക് മെയിൻ ത്രെഡ്സിന്. ക്വീൻ F3 ചെക്കോ വേറെ എന്ത് കളിച്ചാലും ഇവിടെ വൈറ്റ് ജയിക്കും. അപ്പോൾ എങ്ങനെയുണ്ട് ഗെയിം എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കിങ്ങിൻ്റെ തിരുവാതിരകളി എങ്ങനെയാണ് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഗെയിംസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ കാണാം.